എല്ലാവർക്കും എക്സോഡസ് റൈസേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർട്ട് 2 ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കൃത്യമായിട്ട് അത് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൽ നിന്ന് ചോദ്യങ്ങൾ പലതവണയായിട്ട് CSCB ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പാർട്ട് 2ലേക്ക് കടക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പാർട്ട് 2ൽ നമുക്ക് നോക്കാം ഗവർണേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണേഴ്സ് ആരൊക്കെയായിരുന്നു എല്ലാം നമ്മൾ പഠിക്കുന്നില്ല. പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള ഗവർണേഴ്സിനെയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നോക്കാം. ആദ്യമായി തന്നെ ഫസ്റ്റ് ഗവർണർ ഓഫ് RBI പലതവണ ചോദിച്ചിട്ടുണ്ട്. CSCBക്ക് നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരാണ് ഫസ്റ്റ് ഗവർണർ ഓഫ് RBI എന്ന് പറയുന്നത്? ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, ഓസ്ബോൺ സ്മിത്ത് ആണ് ഫസ്റ്റ് ഗവർണർ, RBIയുടെ ഫസ്റ്റ് ഗവർണർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഗവർണർ ആയിരുന്നാലും ഞാൻ പറഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നോട്ട് ഇഷ്യൂ ഉള്ള അവകാശം പിന്നീടാണ് ലഭിച്ചതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത നോക്കിയാലോ മക്കളെ, സെക്കൻഡ് ഗവർണർ ഓഫ് RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണറെ പഠിച്ചു, ഓസ്ബോൺ സ്മിത്ത് ആണ്. സെക്കൻഡ് ഗവർണർ ഓഫ് RBI അറിയപ്പെടുന്നത്, അത് യങ്ങസ്റ്റ് ഗവർണർ എന്നറിയപ്പെടുന്ന അദ്ദേഹം തന്നെയാണ്. ആരാണെന്നറിയാമോ? നിങ്ങൾക്കറിയാം, ജെയിംസ് ടെയ്ലർ ആണ് കേട്ടോ. ജെയിംസ് ടെയ്ലർ പഠിച്ചു വെക്കുക. സെക്കൻഡ് ഗവർണർ ഓഫ് RBI ജെയിംസ് ടെയ്ലർ ആണ്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ് യങ്ങസ്റ്റ് ഗവർണർ, അദ്ദേഹമാണ് യങ്ങസ്റ്റ് ഗവർണർ ആയിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ദ ഫസ്റ്റ് ഗവർണർ ഹു സൈൻ എ കറൻസി നോട്ട്, ഒരു കറൻസി നോട്ടിൽ ആദ്യമായിട്ട് സൈൻ ചെയ്യുന്ന ഗവർണറും നമ്മുടെ ജെയിംസ് ടെയ്ലർ തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്, സെക്കൻഡ് ഗവർണറാണ് ജെയിംസ് ടെയ്ലർ, അദ്ദേഹമാണ് യങ്ങസ്റ്റ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഗവർണർ ഹു സൈൻ എ കറൻസി നോട്ട്. കറൻസി നോട്ട് എന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന നോട്ട് എന്നുള്ള അർത്ഥമേ ഇവിടെ വരുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI. ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടേ വന്നിട്ടുള്ളൂ, അല്ലാതെ ഗവർണർ ആയിട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഒരു വുമൺ ഡെപ്യൂട്ടി ഗവർണർ, അതായത് ആദ്യത്തെ വുമൺ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KJ ഉദേശി എന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. KJ ഉദേശിയാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണേ, ഗവർണർ അല്ല, ഡെപ്യൂട്ടി ഗവർണർ ആണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത് തേർഡ് ഗവർണർ ഓഫ് RBI. അപ്പൊ ഫസ്റ്റ് പഠിച്ചു, സെക്കൻഡ് പഠിച്ചു, തേർഡ് ഗവർണർ ഓഫ് RBI ആരാണ്? CD ദേശ്മുഖ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. CD ദേശ്മുഖ് CSCB എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം എങ്ങനെ ആയിരിക്കും? ഹു വാസ് ഓൾസോ ദ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI. RBIയുടെ ഇന്ത്യൻ ഗവർണർ ആയിട്ടുള്ള ആദ്യ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടുന്ന ഉത്തരം ഏതാണ് മക്കളെ? CD ദേശ്മുഖ് ആണ് കേട്ടോ. അപ്പൊ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്, പക്ഷെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CD ദേശ്മുഖ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കാലഘട്ടവും കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. ആദ്യ ഗവർണർ 35-37 എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. 37, 43. അതിനുശേഷം തേർഡ് പഠിച്ചു, നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. 43, 49 എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ ആണേ? ക്ലിയർ ആണ്. അടുത്തത് ഫോർത്ത് ഗവർണർ ഓഫ് RBI. RBIയുടെ നാലാമത്തെ ഗവർണർ and the governor of RBI who stayed as RBI governor for the longest period, Benegal Ram Rao. എടാ മക്കളെ പഠിച്ചു വെക്കണേ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ലോങ്സ്റ്റ് പീരീഡിൽ അല്ലെങ്കിൽ ഗവർണർ ഫോർ ദ ലോങ്സ്റ്റ് പീരിയഡ്, ഏറ്റവും ദീർഘനാളുകളായിട്ട് ഗവർണർ എന്ന പദം അലങ്കരിച്ചിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെനഗൽ രാമറാവു ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മനോഹരമായിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം അതിന് ഊന്നൽ നൽകി പഠിക്കുക. എന്താ മക്കളെ? ബെനഗൽ രാമറാവു ആണ് ആരാണ് ലോങ്സ്റ്റ് പീരീഡിൽ ഇരുന്ന ഗവർണർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ആരാണ്? നാലാമത്തെ ഗവർണർ കൂടെയാണ്, RBIയുടെ നാലാമത്തെ ഗവർണറാണ്, ലോങ്സ്റ്റ് പീരീഡ് സെർവ് ചെയ്ത ഗവർണറും കൂടിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലേ? അടുത്തതാണ് എട്ടാമത്തെ ഗവർണറാണ്, പ്രത്യേകതയുണ്ട്. LK Jha ആണ്, ഓർത്തു വെക്കുക. എട്ടാമത്തെ ഗവർണർ, RBI ഗവർണർ ഡ്യൂറിംഗ് ഫസ്റ്റ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ. ആദ്യമായിട്ട് നാഷണലൈസേഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഫസ്റ്റ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത് കൂട്ടമായിട്ട് ബാങ്കുകളെ നാഷണലൈസ് ചെയ്ത പ്രോസസ്സിന്റെ ആണ് ഫസ്റ്റ് നാഷണലൈസേഷൻ പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിന് മുൻപ് നിങ്ങൾ ഓർക്കും, അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തില്ലേ എന്നുള്ള ചിന്ത വരാം. ഇമ്പീരിയൽ ബാങ്കിന്റെ കാര്യം എല്ലാം ഓർമ്മയിൽ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിച്ചത്.
ഇവിടെ പറയുന്നത് 14 ബാങ്കുകളെ ദേശസാൽക്കരണത്തിന് ഏർപ്പെട്ടു വന്ന 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഫേസ് ഓഫ് നാഷണലൈസേഷൻ നടന്നത് 1969 നമുക്കറിയാം. LK Jha ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. RBI ഗവർണർ ആരാണ് മക്കളെ? LK Jha ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത് 14ാമത്തെ ഗവർണർ ആരാണ്? IG പട്ടേൽ ആണ്. IG പട്ടേൽ. അതെന്താണ്? സെക്കൻഡ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ 1980 നടന്ന രണ്ടാമത്തെ നാഷണലൈസേഷൻ ഫേസിൽ ഗവർണർ ആയിട്ടിരുന്ന വ്യക്തിയായിരുന്നു IG പട്ടേൽ. അപ്പോ ആദ്യമായിട്ട് നാഷണലൈസേഷൻ നടക്കുമ്പോൾ LK Jha ആണ് എങ്കിൽ രണ്ടാമത്തെ ഫേസ് ഓഫ് നാഷണലൈസേഷൻ 6 ബാങ്കുകളെ നാഷണലൈസേഷൻ ചെയ്യപ്പെടുമ്പോൾ ആരായിരുന്നു RBI ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IG പട്ടേൽ എന്ന് നിങ്ങൾ ഉത്തരം കൊടുക്കുക. ക്ലിയർ ആണേ? ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് 15ാമത്തെ ഗവർണർ. 15ാമത്തെ ഗവർണർ നമുക്ക് സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്, നമുക്ക് ഏറെ അറിയാവുന്ന ഒരു പേരും കൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹമാണ് 15ാമത്തെ ഗവർണർ. എന്താണ് പ്രത്യേകത? is the only governor of RBI who becomes the finance minister of India and also served as prime minister. എടാ മക്കളെ, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടിരിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആ ധർമ്മം ഏറ്റെടുക്കുകയും ചെയ്ത വ്യക്തി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. കാലഘട്ടം ഓർത്തിരിക്കണം. 82-85 കാലഘട്ടം ഓർത്തിരിക്കാൻ പറഞ്ഞത് 82 എന്നുള്ള വർഷം നമ്മൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ മൻമോഹൻ സിംഗ് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വർഷമാണ്. അങ്ങനെയും ചോദ്യം CSEB ചോദിച്ചിട്ടുണ്ട്. 1982 അല്ലെങ്കിൽ ആ വർഷം വെച്ചുകൊണ്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കുക. 82-85 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, 15ാമത്തെ RBI ഗവർണർ ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹമാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാം എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ക്ലിയർ ആയിട്ട് ഇത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ 16th ഗവർണർ, 16ാമത്തെ ഗവർണർ ആണ് അമിതാഭ് ഘോഷ് ആയിരുന്നു കേട്ടോ. 16ാമത്തെ. എന്താ പ്രത്യേകത? ഷോർട്ടസ്റ്റ് സെർവിംഗ് RBI ഗവർണർ. ഏറ്റവും കുറച്ചു നാളുകൾ മാത്രം RBI ഗവർണർ ആയിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തിയാണ് അമിതാഭ് ഘോഷ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. അമിതാഭ് ഘോഷ്. ബെനഗൽ രാമറാവു ഏതാണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. അമിതാഭ് ഘോഷ് ആരാണ്? ഷോർട്ടസ്റ്റ് സെർവിംഗ് RBI ഗവർണർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഇനി 23rd ഗവർണർ രഘുറാം രാജൻ ആണ്. നമുക്കറിയാം. ഇതെല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സ് പോലെ പഠിച്ചിട്ടുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പേരാണ് എന്ന് തോന്നുന്നു. എന്താണ്? രഘുറാം രാജൻ ആണ്. ഐ ഡു വാട്ട് ഐ ഡു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കാണ് കേട്ടോ. ഓർത്ത് ഐ ഡു വാട്ട് ഐ ഡു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കാണ്. 23ാമത്തെ ഗവർണർ ആയിരുന്നു. ഇനി അടുത്തതാണ് 24ാമത്തെ ഗവർണർ ഓഫ് RBI അറ്റ് ദ ടൈം ഓഫ് ഡിമോണിറ്റൈസേഷൻ. എടാ മക്കളെ, 24ാമത്തെ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരം ഊർജിത് പട്ടേൽ ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പേര് തന്നെയാണ്. 24ാമത്തെ ഗവർണർ. അതുപോലെ തന്നെ ഡിമോണിറ്റൈസേഷന്റെ സമയത്ത്, നോട്ട് നിരോധനത്തിന്റെ സമയത്ത് RBI ഗവർണർ ആയിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ ഊർജിത് പട്ടേൽ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. 2016 അല്ലേ? അപ്പോ 24ാമത്തെ ഗവർണർ ഡിമോണിറ്റൈസേഷൻ സമയത്ത് ആരായിരുന്നു? നമ്മുടെ ഊർജിത് പട്ടേൽ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ ആണ് 25ാമത്തെ ഗവർണർ RBI വാസ് ശക്തികാന്ത ദാസ്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 25ാമത്തെ ഗവർണർ ആണ് ശക്തികാന്ത ദാസ് കേട്ടോ. 25ാമത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. 26 അതിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പോഴത്തെ സെർവിംഗ് ഗവർണർ ആണ്. 2025 ആണ് ഈ വർഷം അല്ലെ? അപ്പൊ ഓർത്തു വെക്കണേ. 2025 ഫെബ്രുവരി കഴിഞ്ഞു. നമ്മൾ മാർച്ചിലേക്ക് കടന്നു അല്ലെ? അപ്പോ 2025 മാർച്ച് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ സെർവിംഗ് ആയിട്ടുള്ള ഗവർണർ RBI ഗവർണറാണ് 26ാമത്തെ ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്രയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ RBI ഗവർണേഴ്സ്, പ്രധാനപ്പെട്ട ഗവർണേഴ്സിന്റെ കാര്യമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. അതെല്ലാം പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോ പോയിന്റുകളും പഠിച്ചു വെക്കണം. അടുത്തത് 2 ബോർഡുകളെ കുറിച്ച്, അല്ലെങ്കിൽ രണ്ടായിട്ട് അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നിർവഹിക്കുന്ന 2 സ്ഥാപനങ്ങൾ എന്ന് പറയേണ്ട, അതിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. എന്തൊക്കെയാണ് മക്കളെ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിപ്പോ 2 വിങ്ങുകളായിട്ട് നമുക്ക് തരംതിരിക്കാനൊക്കെ പറ്റും. ഈ സെൻട്രൽ ബോർഡിന് ശേഷം ഞാനത് പറയാം. ഈ സെൻട്രൽ ബോർഡ് ഒന്ന് നോക്കിയാൽ മക്കളെ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോ ഈ RBI പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ബോർഡ് ഉണ്ട് അല്ലെ? ഏതാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമുക്കറിയാം
ഇനി നോക്കിയാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ധർമ്മങ്ങൾ അല്ലെങ്കിൽ കടമകൾ നിർവഹിക്കുന്നതാണ് സെൻട്രൽ ബോർഡ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇസ് ദ മെയിൻ കമ്മിറ്റി ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ഘടകങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്, അതിലേക്ക് എത്താം നമുക്ക് ഈ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് പറഞ്ഞു തരാം. അപ്പൊ സെൻട്രൽ ബോർഡ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് സെൻട്രൽ ബോർഡ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെയിൻ കമ്മിറ്റി എന്തിനു വേണ്ടിയുള്ളതാണ്? റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവിഷൻ ആൻഡ് ഡയറക്ഷൻ. സൂപ്പർവിഷൻ അതുപോലെ തന്നെ ഡയറക്ഷൻ, അതിന്റെ മേൽനോട്ടം വഹിക്കാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടം വഹിക്കുക, അതിനെ കൃത്യമായ രീതിയിൽ ഡയറക്ഷൻ നടത്തുക എന്നുള്ള പ്രധാന ധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ബോർഡാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. It is a 21 member body comprising of the following members. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, 21 അംഗങ്ങളാണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 പല കൂട്ടുകാരും ഇത് 15 എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ധാരണ. തെറ്റാണ്. 21 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. ഓർത്തു വെക്കുക. അപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 അംഗങ്ങളുണ്ട്. 21 അംഗങ്ങൾ ഏത് മേഖലയിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ 21 അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് എന്നും നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അത് ഞാൻ പറയാം. ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ദ ഗവർണർ, നമുക്കറിയാം, പറയുമ്പോൾ തന്നെ അറിയാം, തീർച്ചയായിട്ടും ആരുണ്ടാവും? ഗവർണർ ഉണ്ടാവും. നമുക്ക് ഗവർണർ ഉണ്ടാവും അല്ലെ? അപ്പൊ ഗവർണർ, അതിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നോട്ട് എക്സീഡിങ് 5 years ആണ്. അതായത് RBI ആക്ട് സെക്ഷൻ 8 അകത്ത് പറയുന്ന പ്രകാരം, RBI ആക്ട് ഓർത്തു വെക്കണേ, തെറ്റിക്കല്ല, RBI ആക്ട് സെക്ഷൻ 8 പ്രകാരം ഗവർണേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 5 years എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 3 വർഷമാണ് ഗവർണറിന്റെ കാലാവധി, വേണമെങ്കിൽ 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ 5 വർഷം വരെ കാലാവധി ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് നോട്ട് എക്സീഡിങ് 5 years ആണ്. നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി ക്വസ്റ്റ്യൻ വരുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നോട്ട് എക്സീഡിങ് 5 years എന്നുള്ളതാണ് കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ടെന്യൂർ എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 5 years ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെയാണ് മക്കളെ? അപ്പൊ ഗവർണറുടെ കാലാവധി 3 വർഷം, 2 വർഷം വരെ സെൻട്രൽ ഗവൺമെന്റ് കാലാവധി ദീർഘിപ്പിച്ചു കൊടുക്കാം, അങ്ങനെ 5 വർഷം വരെ ഇരിക്കാൻ സാധിക്കും എന്ന് പറയും. പക്ഷെ പല ഗവർണേഴ്സിന്റെ കാര്യം നോക്കുമ്പോൾ ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, 6 വർഷമൊക്കെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കുക. അടുത്തത്, നോട്ട് മോർ ദാൻ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്. 4 മാക്സിമം വരുന്ന ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടാവും. അപ്പൊ ഒരു ഗവർണർ ഉണ്ട് എന്നുള്ള കാര്യം പഠിച്ചു. ഒരു ഗവർണർ ഉണ്ട്, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും വരുന്നുണ്ട്. അവരുടെ കാലാവധി എങ്ങനെയാണ്? നോട്ട് എക്സീഡിങ് 5 years. RBI ആക്ട് സെക്ഷൻ 8 പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നോട്ട് എക്സീഡിങ് 5 years തന്നെയാണ് കാലാവധി വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യം ഇവിടെ പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ഗവർണേഴ്സ് ആൻഡ് ഡെപ്യൂട്ടി ഗവർണേഴ്സ്. അപ്പോ ഗവർണേഴ്സിനെയും ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഗവർണർ ഉണ്ട്, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത്, നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ്. നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ആരൊക്കെ വരും? അപ്പോ ഇവിടെ നമ്മൾ ഒഫീഷ്യൽ ഡയറക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി നോൺ ഒഫീഷ്യൽ ആയിട്ട് വരുന്നതാണ് 10 ഡയറക്ടേഴ്സ് ഓഫ് വേരിയസ് ഫീൽഡ്. മക്കളെ, പല ഫീൽഡുകളിൽ നിന്ന് 10 ഡയറക്ടേഴ്സ് ഉണ്ടാവും എന്ന് പറയുന്നത്. നോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അതിന് ടെനോർ എന്ന് പറയുന്നത് 4 വർഷമാണ് അവരുടെ കാലാവധി. അപ്പൊ ടെനുവർ 4 years ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 10 ഡയറക്ടേഴ്സ് ഫ്രം വേരിയസ് ഫീൽഡ്, പല ഫീൽഡുകളിൽ നിന്നുള്ള എത്ര പേരുണ്ടാവും? 10 പേരുണ്ടാവും. ഇനി 4 ഡയറക്ടേഴ്സ് റെപ്രസെന്റിംഗ് 4 ലോക്കൽ ബോർഡ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ 4 ലോക്കൽ ബോർഡുകളുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ, താഴെ അല്ലെങ്കിൽ സൈഡുകളിൽ, അതായത് നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, ഈ കേന്ദ്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 4 ബോർഡുകളുണ്ട്. ഈ 4 ബോർഡുകളെ റെപ്രസെന്റ് ചെയ്യുന്ന 4 പേരുണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. 4 ഡയറക്ടേഴ്സ് റെപ്രസെന്റിംഗ് 4 local board of the Reserve Bank of India. 1 director nominated by each of the 4 local boards. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ന്യൂഡൽഹി. നോർത്തിലാണ് വരുന്നതെങ്കിൽ ഏതായിരിക്കും വരുന്നത്? നോർത്തിൽ വരുന്ന ന്യൂഡൽഹി ആണ്. സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കും. നമുക്ക് വിശദമായിട്ട് പറഞ്ഞാൽ ഈ പോയിന്റുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളൂ, നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ ആണേ? അപ്പൊ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, 2 government officials nominated by the government of India. അപ്പൊ 10 പേര് ഡയറക്ടേഴ്സ് പല ഫീൽഡിൽ നിന്നുള്ളവരായി, 4 ലോക്കൽ ബോർഡിൽ നിന്നുള്ള അംഗങ്ങളായിട്ടുണ്ട്,
രണ്ട് ഒഫീഷ്യൽസിനെ ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് പേരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പൊ എത്ര പേരായി മക്കളെ? 10ഉം 4ഉം 14ഉം 2 16 പേരായിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്ര പേരുടെ കാര്യം പറഞ്ഞു? 4ഉം 1ഉം 5 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 16ഉം 5ഉം എത്ര പേരുണ്ട്? 21 അംഗങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 21 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഈ സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക. ക്ലിയർ ആയിട്ടുണ്ടല്ലേ? അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അടുത്തത് ലോക്കൽ ബോർഡ്. ലോക്കൽ ബോർഡിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നോക്കാമേ. എടാ മക്കളെ, 4 സോണൽ ഓഫീസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ കൺട്രോൾഡ് ബൈ ലോക്കൽ ബോർഡ് ഓഫ് ഈച്ച്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 ഇടങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 4 ബോർഡുകളുണ്ട്, ലോക്കൽ ബോർഡ്. അതാണ് ആ മേഖലകളിലെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് ലോക്കൽ ബോർഡ്സ് കൺസിസ്റ്റ് ഓഫ് 5 മെമ്പേഴ്സ് അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഫോർ എ പീരീഡ് ഓഫ് 4 years. പഠിച്ചു വെക്കണം. ഓരോ ലോക്കൽ ബോർഡുകളിലും അപ്പൊ 4 സോണലായിട്ട് തിരിച്ചിട്ടുണ്ട്. 4 ലോക്കൽ ബോർഡുകൾ വരും. ഈ 4 ലോക്കൽ ബോർഡുകളിലും ഒരു ലോക്കൽ ബോർഡിൽ 5 അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് ഫോർ എ പീരീഡ് ഓഫ് 4 years. 4 വർഷം എന്ന് പറയുന്നതാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക. അപ്പൊ 4 വർഷമാണ് ഇവരുടെ കാലാവധി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ 4 സോണൽ ഓഫീസ് ഉണ്ട്. ലൊക്കേറ്റഡ് ഇൻ എവിടെയൊക്കെ ആയിരിക്കും? കൊൽക്കത്തയുണ്ട്, മുംബൈ ഉണ്ട്, ന്യൂഡൽഹി ഉണ്ട്, ചെന്നൈ ഉണ്ട്. കൊൽക്കത്ത ഈസ്റ്റ് റീജിയൻ, മുംബൈ വെസ്റ്റ് റീജിയൻ, ഡൽഹി നോർത്ത് റീജിയൻ, ചെന്നൈ സൗത്ത് റീജിയൻ. ഓക്കെ ആണേ? അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. വെസ്റ്റ് റീജിയൻ മുംബൈ വരും അല്ലേ? അപ്പൊ ഇവിടെ മുംബൈ വരുന്നുണ്ട്, മുംബൈ വരുന്നുണ്ട്. ഇവിടെ ന്യൂഡൽഹി, ഏറ്റവും ടോപ്പിൽ വരുന്ന ന്യൂഡൽഹി. ഇവിടെ വരുന്നത് ചെന്നൈ ആണ്. ഇനി ഇവിടെ ഏത് വരും മക്കളെ? കൊൽക്കത്ത വരും അല്ലെ? അങ്ങനെ 4 റീജിയനുമായിട്ട് 4 ലോക്കൽ ബോർഡുകളാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് 5 ഫുള്ളി ഓൺഡ് സബ്സിഡറീസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫുള്ളി ഓൺഡ് ആയിട്ടുള്ള, ഫുള്ളി കൺട്രോളിൽ വരുന്ന 4 സബ്സിഡറീസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, DICGC. 1978 വന്നിട്ടുള്ള, നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. നോക്കിയാണ് മക്കളെ, DIC നമുക്ക് പഠിക്കാനുള്ളതാണ്. എങ്കിലും ഈ സബ്സിഡറീസിന്റെ കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഉണ്ട്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസ് ഉണ്ട്. റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബ്. ഇത്രയും 5 എണ്ണമാണ് വരുന്നത് കേട്ടോ. റിസർവ് ബാങ്കിന്റെ 5 ഫുള്ളി ഓൺഡ് സബ്സിഡറീസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലടാ മക്കളെ? അടുത്തത് നോക്കിയേ, ഒരു കറണ്ട് അഫയർ ആണേ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി അഡ്രസ്ഡ് ദ ഓപ്പണിംഗ് സെറമണി ഓഫ് RBI Act 19. എന്തായിരിക്കും RBI Act 19 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. RBIക്ക് 90 വയസ്സായി അല്ലെ? RBI Act 19, a program making 19 years of Reserve Bank of India in Mumbai, Maharashtra. Sri Narendra Modi also released a commemorate coin to mark ഒരു കോയിൻ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഏതാണ് കോയിൻ എന്നറിയാമോ? 90 വയസ്സായെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? 90 years ആയിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കമൻസ്ഡ് ഇറ്റ്സ് ഓപ്പറേഷൻ on 1st April 1935. 1935 ഓപ്പറേഷൻസ് തുടങ്ങിയത്. അങ്ങനെ 2024 ആയപ്പോ 90 വർഷത്തുമായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരു കോയിൻ പബ്ലിഷ് ചെയ്തു. 90 yearsന്റെ ഒരു കോയിൻ, 90 രൂപയുടെ ഒരു കോയിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കറണ്ട് അഫയർ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണേ? 1st April 2024, 2024 April 1 എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അടുത്തത്, RBI ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. RBI ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ്, ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ഓഫ് RBI ആക്ട് ഏതാ മക്കളെ? സെക്ഷൻ 2 ഡെഫിനിഷൻ ആണ് നമുക്കറിയാം. 3 എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും അതിന്റെ ഇൻകോർപ്പറേഷനുമായിട്ടുള്ള സെക്ഷൻ ആണ് 3. സെക്ഷൻ 17 ബിസിനസ് വിച്ച് ബാങ്ക് മേ ട്രാൻസാക്ട്. എടാ മക്കളെ, ഈ സെക്ഷൻ 17 BR ആക്ടിലും വളരെ പ്രധാനപ്പെട്ടതാണ്. റിസർവ് ഫണ്ടിനെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെ RBI ആക്ടും BR ആക്ടും തിരിഞ്ഞു പോകരുത്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. സെക്ഷൻ 17 RBI ആക്ടിലാണ് പറയുന്നത് ബിസിനസ് വിച്ച് ബാങ്ക് മേ ട്രാൻസാക്ട്. അടുത്തത് 17(5) പറയുന്നത് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് നമുക്കറിയാം. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് പറഞ്ഞാൽ ഗവൺമെന്റിന്, അതായത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു ധനസഹായമാണ് അല്ലെ? ഒരു ഷോർട്ട് പീരീഡിലേക്ക് കൊടുക്കുന്ന ധനസഹായമാണ്. 90 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കും, നമുക്ക് പഠിക്കാം. അത്
സെക്ഷൻ 17(5) ഇങ്ങനെ എടുത്തു തരാൻ കാരണം ഒരു തവണ ചോദിച്ചിട്ടുണ്ട് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണ്. 17(5) സബ്സെക്ഷൻ ഉൾപ്പെടെയാണ് അന്ന് ആൻസർ ആയിട്ട് വന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ഓക്കെ ആണേ. അടുത്തത് സെക്ഷൻ 20 obligation of the bank to transact government business acting as a bank to government. ഗവൺമെന്റിന്റെ ബാങ്കർ ആയിട്ട് റിസർവ് ബാങ്ക് ആക്ട് ചെയ്യുന്ന സെക്ഷൻ 20 പ്രകാരമാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് obligation of the bank to transact ഗവൺമെന്റ് ബിസിനസ് ചെയ്യാനുള്ള റൈറ്റ് ആണ് 20 പറയുന്നത്. 21 ബാങ്ക് ടു ഹാവ് റൈറ്റ് ടു ട്രാൻസാക്ട് ഗവൺമെന്റ് ബിസിനസ് ഇൻ ഇന്ത്യ. അതായത് രണ്ടും ഒരുപോലെ തോന്നും എങ്കിലും നിങ്ങൾ അത് ജസ്റ്റ് ഗവൺമെന്റ് ബിസിനസ് എന്നുള്ള കാര്യം, അതായത് ബാങ്ക് ടു ദ ഗവൺമെന്റ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇവിടെ ബാങ്ക് ടു ഹാവ് റൈറ്റ് ടു ട്രാൻസാക്ട് ഗവൺമെന്റ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഗവൺമെന്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വിശദീകരണം ഒന്നും ഇതിൽ പഠിക്കേണ്ടതില്ല, അങ്ങനെ ചോദ്യം വന്നിട്ടുമില്ല കേട്ടോ. ഓക്കെ ആണേ. അടുത്തത് സെക്ഷൻ 22 The RBI, the sole right to issue bank note in the country. കണ്ടോ, ഇവിടെ പറയുന്ന ബാങ്ക് നോട്ട് എന്നാണ് എടുത്തു പറയുന്നത്. കാരണം കറൻസി നോട്ടും ബാങ്ക് നോട്ടും വ്യത്യാസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റിസർവ് ബാങ്കിന്റെ റൈറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 22 JSCയുടെ ഒരു ചോദ്യമായിരുന്നത് അല്ലെ. സെക്ഷൻ 22 ഓർത്ത് വെക്കണം. സോൾ റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അടുത്തത് സെക്ഷൻ 23 ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. 23 ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ്. 24 ഡിനോമിനേഷൻ ഓഫ് നോട്ട്. നോട്ടുകളുടെ ഡിനോമിനേഷൻസ്, ഏതൊക്കെ ഡിനോമിനേഷൻ ഉള്ള നോട്ടുകൾ അച്ചടിക്കാൻ കഴിയും എന്നുള്ളതിനുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 24. അപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ടുകൾ അച്ചടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് സോൾ റൈറ്റ് റിസർവ് ബാങ്കിനാണ് നോട്ടുകൾ പ്രിന്റ് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്ന സെക്ഷൻ 22 ഇഷ്യൂ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുന്നത് 23 ഇനി അത് ഏതൊക്കെ ഡിനോമിനേഷനുള്ള നോട്ടുകളാണ് പ്രിന്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് 24 പറയുന്നത്. നിലവിൽ ഇപ്പോൾ 10,000 വരെയുള്ള നോട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ 10,000 രൂപയുടെ വരെ നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? റിസർവ് ബാങ്കിനുണ്ട്. പക്ഷെ ഇപ്പോൾ അത് നിലവിൽ ഇല്ല, ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കോയിൻ ആണെങ്കിലോ മക്കളെ, കോയിൻ ആണെങ്കിൽ 1000 രൂപയുടെ വരെ കോയിൻ പ്രിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അത്രയും രൂപയുടെ കോയിൻ ഇപ്പോൾ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്തത് സെക്ഷൻ 25 ഫോം ഓഫ് ബാങ്ക് നോട്ട്. ബാങ്ക് നോട്ടിന്റെ ഫോമിനെ കുറിച്ചാണ് പറയുന്നത്. 25 പറയുന്ന ഫോം. ഇത് രണ്ടെണ്ണമാണ് ചോദിച്ചതെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ഇത് രണ്ടെണ്ണമാണ് ചോദിച്ചതെന്നാണ് എന്റെ ഓർമ്മ. ഏതാ JCക്ക് വന്നിരുന്നു എന്നാണ് എന്റെ ഓർമ്മ നിൽക്കുന്നത്. സെക്ഷൻ 25 ഫോം ഓഫ് ബാങ്ക് നോട്ട്സിനെ കുറിച്ച് പറയുന്നു. 22 പറഞ്ഞ ബാങ്ക് നോട്ട് റൈറ്റ്, ബാങ്ക് നോട്ട് പ്രിന്റ് ചെയ്യാൻ ഇഷ്യൂ ഉള്ള അവകാശം RBI ആണെന്ന് പറഞ്ഞു. 25 ഫോം ഓഫ് ബാങ്ക് നോട്ട്, ഫോമുകളെ കുറിച്ച്, അതിന്റെ ഫോംസ് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയുന്നു. 26 ലീഗൽ ടെൻഡർ ക്യാരക്ടർ ഓഫ് നോട്ട്, ലീഗൽ ടെൻഡർ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. 27 റീ ഇഷ്യൂ നോട്ട്സ്, റീ ഇഷ്യൂ നോട്ട്സിനെ കുറിച്ചാണ് 27 പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, ഇൻ കേസ് ചോദിച്ചാൽ, അല്ലാതെ വിശദീകരണം ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ 42 ഒന്ന് പഠിച്ചു വെക്കണേ. ഈ 42 പഠിക്കാൻ പറയാൻ കാരണം ക്യാഷ് റിസർവുമായി ബന്ധപ്പെട്ടതാണ്, CRRമായി ബന്ധപ്പെട്ടതാണ്. ഇത് CRR ഏത് ബാങ്കുകളാണ്? ഇവിടെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ട CRRനെ കുറിച്ച് പറയുന്നതാണ് 42 RBI ആക്ടിന്റെ 42. എന്നാൽ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ട CRR ഓഫ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ടതാണെങ്കിലോ, നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ട CRR ആണെങ്കിൽ എവിടെ പറയുന്നു? BR ആക്ടിന്റെ സെക്ഷൻ 18 പറയുന്നത് കേട്ടോ. സെക്ഷൻ 18 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് BR ആക്ടിന്റെ ആണ് കേട്ടോ. BR ആക്ട് സെക്ഷൻ 18 പ്രകാരമാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ട CRR പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അടുത്തത് 45 ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് പറയുന്നു. 45 ZBയിലാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത്. എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി? ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വയ്ക്കുക, 45 ZBയിലാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണേ. അടുത്തത് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്? നോക്കാം നമുക്ക്. മോണിറ്ററി പോളിസി കമ്മിറ്റി സെറ്റ്സ് ഇന്ത്യസ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് മോണിറ്ററി പോളിസി. അതാ മക്കളെ, പ്രധാനമായിട്ടൊന്ന് ഞാൻ പറഞ്ഞു വെക്കാം. ഇന്ത്യയിലെ വ്യത്യസ്തമായ നിരക്കുകൾ, റേറ്റുകളുണ്ട്. പലിശ നിരക്കുകൾ, റിപ്പോ, റിവേഴ്സ് റിപ്പോ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ്, MSP, അങ്ങനെ നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട്. സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ഒക്കെ.
പല റേറ്റുകളുണ്ട്. ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാന്നറിയോ? നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ ആണ്, അത്രയും ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, 45(z)(b) ഓഫ് RBI Act 1935 പ്രൊവൈഡ് ഫോർ ആൻ എംപവേർഡ് 6-member മോണിറ്ററി പോളിസി കമ്മിറ്റി ടു കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഇവിടെ പറയുന്നത് 6 members. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണ് വരുന്നത്? ചോദ്യം വന്നാണ് CSEB-യിൽ, ഓർത്തു വെക്കണം. 6 അംഗങ്ങൾ അടങ്ങുന്ന കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് വഴിയാണ് വരുന്നത്. ഓക്കെ ആണേ. ഇനി പറയുന്നത് ഫസ്റ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്നാണ് നിലവിൽ വന്നത്? സെപ്റ്റംബർ 29, 2016 ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി നിലവിൽ വരുന്നത്. ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി വന്നത് 2016 സെപ്റ്റംബർ 29 ഓർത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞു 6 members ആണ് ഉള്ളത്. അതിൽ 3 members ഫ്രം ദ RBI ആൻഡ് 3 appointed ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 3 പേരുണ്ടാവും. അതുപോലെ തന്നെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത 3 പേരാണ്. അങ്ങനെ 6 members ആണ് വരുന്നത്. ഒന്നാരായിരിക്കും? ഗവർണർ ആണ് അല്ലെ? അപ്പൊ ഓർത്ത് വയ്ക്കാണ്, ഗവർണർ ഓഫ് ദ RBI ഇസ് ദ എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ. അപ്പോ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ ചെയർ ചെയ്യുന്ന വ്യക്തി ആരാണെന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഉത്തരം കൊടുത്തോണം, അത് RBI ഗവർണർ ആണ്. അപ്പോൾ ചെയർ ചെയ്യുന്ന വ്യക്തി, ചെയർപേഴ്സൺ ആയിട്ട് വരുന്ന വ്യക്തി ആരാണ്? ഗവർണർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണേ. അടുത്തത് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ഇൻ ചാർജ് ഓഫ് മോണിറ്ററി പോളിസി ഇസ് എ മെമ്പർ ഓഫ് MPC. മോണിറ്ററി പോളിസിയുടെ ചാർജ് ഉള്ള വ്യക്തി അവിടെ ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇസ് എ മെമ്പർ, അദ്ദേഹം ഒരു മെമ്പർ ആയിട്ട് മാത്രമായിരിക്കും അവിടെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. One officer of the RBI nominated by the central board is a member of MPC. One officer of RBI നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസർ, അപ്പോൾ ഒരു ഡെപ്യൂട്ടി ഗവർണർ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഗവർണർ ഒരാളുണ്ട്, ഒരു ഡെപ്യൂട്ടി ഗവർണർ ഒരു മെമ്പർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ RBI നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും, അദ്ദേഹം ഇതിന്റെ ഒരു മെമ്പർ ആയിട്ട് തന്നെ നിലനിൽക്കുന്ന സെൻട്രൽ ബോർഡിൽ, ബൈ ദ സെൻട്രൽ ബോർഡിൽ നിന്നാണ് കേട്ടോ നോമിനേറ്റ് ചെയ്യുന്നത്. ബൈ ദ നോമിനേറ്റ് ഓഫ് ദ RBI നോമിനേറ്റഡ് ബൈ സെൻട്രൽ ബോർഡ്. സെൻട്രൽ ബോർഡ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇനി 3 പേരായി. അടുത്ത 3 പേരുടെ കാര്യം പറയുന്നു. 3 members ഓഫ് ദ MPC ആർ അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. 3 പേരെ ആര് നിയമിക്കും? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ 3 പേരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ 3 6 members അടങ്ങുന്നതാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റ്സ് അറ്റ്ലീസ്റ്റ് 4 times a year. അതായത് വർഷത്തിൽ 4 തവണയെങ്കിലും മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തിരിക്കണം മോണിറ്ററി പോളിസി കമ്മിറ്റി. അതിന്റെ കോറം എന്ന് പറയുന്നത് 4 members ആണ്. 4 members ആണ് ഇതിന്റെ കോറം. വർഷത്തിൽ 4 തവണയെങ്കിലും മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. The purpose of monetary policy committee is to control inflation and maintain price stability. ചോദ്യം വരാം, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI നിന്ന് നേരിട്ട് ഉത്തരം വരാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഫിക്സ് ദ ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് റിപ്പോ റേറ്റ് ടു മീറ്റ് ഇൻഫ്ലേഷൻ ടാർഗറ്റ്. ഇൻഫ്ലേഷൻ ടാർഗറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം RBI കേപ്പബിൾ ആക്കുന്ന കമ്മിറ്റി കൂടെയാണ് നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? അടുത്തത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അടുത്താണ് ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ. എന്താണ് ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ? RBI is the apex authority of banking, finance and monetary market to undertake consolidated supervision of the financial sector. The RBI constituted board for the financial supervision. എടാ മക്കളെ, ആ സൂപ്പർവിഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ നേരത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ പഠിച്ചു. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റിയെ കൃത്യമായി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. ഇവിടെ പറയുന്നത് എന്താണ്? മോണിറ്ററി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സൂപ്പർവിഷൻ കൃത്യമായി നടത്തുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ തന്നെയാണ്. ടു അണ്ടർടേക്ക് കൺസോളിഡേറ്റഡ് സൂപ്പർവിഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സെക്ടർ. ഫിനാൻഷ്യൽ സെക്ടറിന്റെ ഒരു കൃത്യമായിട്ടുള്ള കൺസോളിഡേറ്റഡ് സൂപ്പർവിഷൻ ആണ് ഈ BFS നടത്തുന്നത്. RBI കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ. RBI ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കറിയാം. ദ ബോർഡ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് നവംബർ 1994. 1994 ഈ BFS ബോർഡിനെ ആര് അപ്പോയിന്റ് ചെയ്യുന്നത്? is a committee of the Central Board of Directors of the Reserve Bank of India under the Reserve Bank of India Regulation 1994. ആ Reserve Bank of India Board of Financial Supervision Regulation Act പ്രകാരമാണ് ഇതിനെ
നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് നവംബർ 1994 ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, primary object of Board of Financial Supervision is to supervise the financial sector comprising scheduled commercial bank and cooperative bank, payment banks, credit information company, non-banking companies and primary. ഈ നോൺ ബാങ്കിങ് കമ്പനി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇവരെല്ലാം ഇതെന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോൺ ബാങ്കിങ് കമ്പനിയെ എല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണ്? BFS തന്നെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്കതൊന്ന് പഠിക്കാം. സൂപ്പർവിഷൻ നടത്തുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ആൻഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സൂപ്പർവൈസ് ചെയ്യുന്നു. ലോക്കൽ ഏരിയ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, ഇവരെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് നമ്മുടെ BFS ബോർഡ് തന്നെയാണ്. ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അടുത്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ 2-year terms ആണ്, 2 വർഷത്തെ കാലാവധിയാണ്. The board constituted by co-opting 4 directors from the central board as the members is chaired by the governor. അപ്പൊ co-opt ആണ് 4 members, 4 members ഡയറക്ടർ ഫ്രം ദ സെൻട്രൽ ബോർഡിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. സെൻട്രൽ ബോർഡ് നമ്മൾ പഠിച്ചതാണ്, 21 അംഗങ്ങൾ അടങ്ങുന്ന സെൻട്രൽ ബോർഡിൽ നിന്നാണ്. ചെയർ ചെയ്യുന്ന ആരാണ്? ഗവർണറിന്. ഇവിടെയും ചെയർ ചെയ്യപ്പെടുന്നത് ഗവർണറിനാൽ തന്നെയാണ്. ചെയർപേഴ്സൺ അല്ലെങ്കിൽ ആയിട്ട് വരുന്ന ചെയർ ചെയ്യുന്നത് ഗവർണർ തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ആർ എക്സ് ഒഫീഷ്യോ. ഡെപ്യൂട്ടി ഗവർണേഴ്സ്, റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് വരുന്നുണ്ട് അല്ലെ, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ടാണ് ഡെപ്യൂട്ടി ഗവർണേഴ്സ് വരുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഡെപ്യൂട്ടി ഗവർണർ ഇൻ ചാർജ് ഓഫ് സൂപ്പർവിഷൻ ഈസ് നോമിനേറ്റഡ് ദ വൈസ് ചെയർമാൻ ഓഫ് ദ ബോർഡ്. ഡെപ്യൂട്ടി ഗവർണറിൽ തന്നെയാണ്, ഗവർണേഴ്സ് വരുന്നുണ്ട്, ഗവർണറിനെ തന്നെയാണ് ഇൻ ചാർജ് ഓഫ് സൂപ്പർവിഷൻ, സൂപ്പർവിഷന് വേണ്ടി ചാർജ് ഏറ്റെടുത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടാവും. അദ്ദേഹമാണ് അതിന്റെ വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിന്റെ മീറ്റിംഗ് കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ബോർഡ് റിക്വയർഡ് മീറ്റ് നോർമലി വൺസ് എവറി മന്ത്, എല്ലാ മാസവും മീറ്റിംഗ് ചേരണം എന്നാണ് മീറ്റിംഗ്. ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ ത്രൂ ദ സബ് കമ്മിറ്റി also aims upgrading the quality of the statutory audit and internal audit functions in the bank and financial institution. അത്രയും ഓർത്താൽ മതി. ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. എങ്ങനെയുള്ള ക്വാളിറ്റി? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ഫങ്ഷൻസ്. ഒരു ബാങ്കിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും അതിന്റെ ഇന്റേണൽ ഓഡിറ്റിന്റെയും ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യവും കൂടി ഇവർക്കുണ്ട്. ദ ഓഡിറ്റ് സബ് കമ്മിറ്റി, അതാരാണ് ചെയ്യുന്നത്? അത് ആരിലൂടെയാണ് ചെയ്യുന്നത്? ഓഡിറ്റ് സബ് കമ്മിറ്റിയിലൂടെയാണ് കേട്ടോ. ഓഡിറ്റ് സബ് കമ്മിറ്റിയിലൂടെയാണ് ചെയ്യുന്നത്. ത്രൂ ദ ഓഡിറ്റ് സബ് കമ്മിറ്റി. The audit subcommittee included deputy governors and chairman and 2 directors of the central board as members. ഡയറക്ടേഴ്സിന്റെ 2 members ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സബ് കമ്മിറ്റി, അതായത് ഓഡിറ്റ് സബ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടാവും ആസ് എ ചെയർമാൻ, ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടാവും, ഡെപ്യൂട്ടി ഗവർണേഴ്സ് അല്ല ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടാവും, ഡെപ്യൂട്ടി ഗവർണർ ആസ് എ ചെയർമാൻ. ചെയർമാൻ ആയിട്ട് വരുന്ന ഡെപ്യൂട്ടി ഗവർണർ, ഗവർണർ അല്ല ഡെപ്യൂട്ടി ഗവർണർ ആണ് ചെയർമാൻ ആയിട്ട് വരുന്നത്. 2 ഡയറക്ടേഴ്സ്, 2 ഡയറക്ടേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഓർത്ത് വെക്കുക. ദ സെൻട്രൽ ബോർഡ് ആസ് മെമ്പേഴ്സ്, 2 ഡയറക്ടേഴ്സ് ഓഫ് ദ സെൻട്രൽ ബോർഡ്. അപ്പൊ ഇവിടെ ഇത് തെറ്റിപ്പോകാതെ പഠിക്കണം. ഡെപ്യൂട്ടി ഗവർണർ ചാർജ് ഓഫ് സൂപ്പർവിഷൻ. അപ്പൊ ഡെപ്യൂട്ടി ഗവർണർ ഇവിടെ ആയിട്ട് വരുന്ന വൈസ് ചെയർമാൻ ആയിട്ട് ഇവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത്? ഡെപ്യൂട്ടി ഗവർണർ ചെയർമാൻ, ഒരു ഡെപ്യൂട്ടി ഗവർണർ ആണ് അവിടുത്തെ ചെയർമാൻ ആയിട്ട് വരുന്നത്. പിന്നെ 2 ഡയറക്ടേഴ്സ് സെൻട്രൽ ബോർഡിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. Board of Financial Supervision oversees the functioning of Department of Banking Supervision, Department of Non-Banking Supervision, Financial Institution Division and give direction of the regulation of the supervision. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ചോദിക്കാൻ സാധ്യതയില്ല എങ്കിലും RBIയുടെ സൈറ്റിൽ നിന്ന് കിട്ടിയതുണ്ട്, പ്രധാനപ്പെട്ടതായതുകൊണ്ട് എന്ന് തോന്നിയോണ്ട് ജസ്റ്റ് വെച്ചു, ഒന്ന് വായിച്ചിട്ട് പോകുന്നു നല്ലതായിരിക്കും കേട്ടോ. ഓവർ ദി ഫംഗ്ഷൻസ്, ആരുടെയൊക്കെ ഫംഗ്ഷൻ നോക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബാങ്കിങ് സൂപ്പർവിഷൻ, ഇവരുടെ എല്ലാം ഫംഗ്ഷൻസും ഇവർ തന്നെ നിർവഹിക്കുന്നുണ്ട്, അല്ല നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഫംഗ്ഷൻസ് മാത്രം ഒന്ന് പറയുന്നു. Some of the initiative taken by Board of Financial Supervision എന്തൊക്കെയാണ്? Restructuring of the system of bank inspection, introduction of oversight to surveillance, strengthening of role of statutory audit, strengthening of internal defense of supervision, supervisor institution. അത്രയും ഫങ്ഷൻസും കൂടെ പറയുന്നു. ഇനിയൊരു കാര്യം കൂടെ പറയാം. Subcommittee has reviewed the current system of concurrent audit, norms, employment and appointment of statutory auditors,
quality and coverage of statutory audit report and important issue of greater transparency and disclosed in the published accounts of supervised institution. പറയുന്ന സബ് കമ്മിറ്റി, ഓഡിറ്റ് സബ് കമ്മിറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഇവരാണെന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കുഴപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല, ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ പ്രധാനപ്പെട്ട കറണ്ട് ഫോക്കസ് എന്തൊക്കെയായിരിക്കും? സൂപ്പർവിഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് സൂപ്പർവിഷൻ നടത്തുന്നു. ഒന്ന്, കൺസോളിഡേറ്റഡ് അക്കൗണ്ടിങ്, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയറിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നു. ലീഗൽ ഇഷ്യൂ ഇൻ ബാങ്ക് ഫ്രോഡ്, ലീഗൽ ആയിട്ടുള്ള ബാങ്ക് ഫ്രോഡിന്റെ ലീഗൽ ഇഷ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്യാം. ഇനി ഡൈവർജൻസ് ഇൻ ദ അസസ്മെന്റ് ഓഫ് ദ നോൺ പെർഫോമിംഗ് അസറ്റ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ് നമുക്കറിയാം. ആൻഡ് സൂപ്പർവൈസറി റേറ്റിംഗ് മോഡൽ ഫോർ ദ ബാങ്ക്, സൂപ്പർവൈസറി റേറ്റിംഗ് മോഡൽ ഫോർ ദ ബാങ്ക്സ്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അത്ര റെലവെന്റ് അല്ല എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനപ്പെട്ട RBIയുടെ ഫങ്ഷൻസിലേക്ക് കാണുന്നില്ല എങ്കിലും ഈ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷനും സെൻട്രൽ ബോർഡിന്റെ കാര്യമൊക്കെ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇതിന്റെ കാര്യം മറന്നു പോകാതെ പഠിക്കണേ. ബോർഡ് ഓഫ് 2 വർഷത്തേക്ക് വരുന്നതാണ് ബോർഡ്. ഈ ബോർഡിന്റെ കാര്യമൊക്കെ പറയുന്നത് അത് നിങ്ങൾ മറന്നു പോകാതെ മനസ്സിലാക്കി തന്നെ വെക്കുക. 2 വർഷത്തേക്കാണ് ഒരു ഡെപ്യൂട്ടി ഗവർണർ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഓഡിറ്റ് സബ് കമ്മിറ്റിയുടെ കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞാണ്. ഡെപ്യൂട്ടി ഗവർണർ കാര്യം പറഞ്ഞാൽ മാറിപ്പോലെ ഓഡിറ്റ് സബ് കമ്മിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. ചെയർമാൻ ആയിട്ട് വരുന്നത് ഡെപ്യൂട്ടി ഗവർണർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാറിപ്പോലെ ഡെപ്യൂട്ടി ഗവർണർ വൈസ് ചെയർമാൻ എന്ന് പഠിച്ചത് ഏതാണ്? ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ ആണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്തരം പോയിന്റുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഇത് പഠിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഫങ്ഷൻസ് വരും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ പോവുക. ഇതിനകത്ത് അവസാനത്തെ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയാം. അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. വെറുതെ കാർഡ് കയറി പഠിക്കേണ്ട. ജസ്റ്റ് ആ പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പോയിന്റുകൾ മാത്രം നോക്കിയിട്ട് പോയാൽ മതിയാവും. അല്ലാതെ കൂടുതലായിട്ട് അതിൻ്റെ അകത്തുനിന്ന് തല പോഞ്ഞിരുന്ന് എക്സ്പ്ലനേഷൻ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് ടോപ്പിക്കിൽ നിന്ന് മാറിയും പോകുന്നത് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ വരിക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.